ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ അനൂപിനോട് പറയുകയാണ്, വൃന്ദാവനത്തിൽ നിന്നും കിട്ടിയ സ്നേഹവും കരുതലുമൊക്കെ ആതിരയ്ക്കും അർച്ചനയ്ക്കും ഇവിടെ കൊടുക്കാനായി ഈ നന്ദൻ എന്നും ഉണ്ടാകും. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, നന്ദൻ പറഞ്ഞത് തന്നെയാ ശരി. എനിക്ക് നന്ദൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാ എനിക്ക് അനൂപും. അതുകൊണ്ട് തന്നെ അനൂപിന് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ വരാം. പിന്നെ അനൂപിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അനൂപിനെ വിളിപ്പിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ നന്ദൻ്റെ പിറന്നാളാ. ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്ദൻ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാക്കി നടത്താനാ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാഷും കമലയും അനൂപും ആവണിമോളുമൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങെത്തിയേക്കണം. ആവണിമോള് ഹോസ്റ്റലില, ബാക്കി എല്ലാവരും വരുമെന്ന് മീര പറയുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാ. അനൂപ് എല്ലാവരെയും കണ്ട് സാവധാനം മടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് സേതുവും നന്ദനും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, അനൂപേട്ട, ഞങ്ങൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അർച്ചന മുറിയിലുണ്ട്, കണ്ടിട്ട് പോയാൽ മതി. ഇത് കേൾക്കുന്ന അനൂപ് ചോദിക്കുകയാണ്, ഞാൻ ഓഫീസിൽ വരുന്നില്ലെന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അനൂപേട്ട എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം മീര പറയുകയാണ്, എന്തിനാ അനൂപേട്ട മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞത്? അത് കള്ളം തന്നെയാ മീരെ. സ്നേഹബന്ധങ്ങളാകുമ്പോഴേ കൂടുതൽ അടുക്കുന്നത് അപകടമാണ്. ചെറിയൊരു കാര്യം വന്നാൽ മതി, പിന്നെ അത് എല്ലാവർക്കും പ്രശ്നമേ ഉണ്ടാക്കൂ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായി അനൂപേട്ട. അനൂപേട്ടന് വേറെ എവിടെയെങ്കിലും നല്ലൊരു ജോലി തന്നെ കിട്ടും. പിന്നെ നാളെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് നേരത്തെ തന്നെ ഇങ്ങ് എത്തിയേക്കണം. ഇത് കേൾക്കുന്ന അനൂപ് സമ്മതം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറന്നാൾ ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെ നന്ദനെ താഴേക്ക് സ്വീകരിക്കുമ്പോൾ സന്തോഷം അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തികയും അനഘയും. അതേസമയം നന്ദന് മുറിക്കാനുള്ള കേക്കും കൊണ്ട് ഒരാൾ വരികയും അർച്ചനയെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അർച്ചന ആ കേക്കും വാങ്ങിക്കൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെക്കുകയാണ്. ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തിക. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവന്തിക പുറത്തേക്കിറങ്ങി അജയനെ വിളിക്കുകയാണ്. അർച്ചന കേക്ക് കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. നീ അടുക്കള വശത്തു കൂടി തന്നെ കയറിയാൽ മതി. എന്നിട്ട് കേക്ക് മാറ്റി നമ്മുടെ കേക്ക് അവിടെ വെച്ചിട്ട് പോയേക്ക്. പിന്നെ നിനക്ക് പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് വന്ന് ചെയ്തിട്ട് പോകണം. എൻ്റെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നറിയുമോ ഇത്? നീയായിട്ട് അത് നശിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ നിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ ഞാൻ വിളിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞേക്കരുത്. ആതിര വിളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർത്തിട്ട് മാത്രം എന്നെ ഇനി വിളിച്ചാൽ മതിയെന്നും അവന്തിക പറയുന്നു. അങ്ങനെ അവന്തിക അകത്തേക്ക് കയറി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുക്കളയുടെ കതക് തുറന്നിടുകയാണ്. തുടർന്ന് അവന്തികയോടും നന്ദനോടും പാട്ട് പാടാൻ പറയുകയാണ് സ്നേഹയും സന്ദീപും. പാടുന്നില്ലെന്ന് നന്ദൻ പറയുന്നുണ്ടെങ്കിലും അവസാനം സേതുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവന്തികയും നന്ദനും പാടുകയാണ്. അതേസമയം അജയൻ അകത്തേക്ക് കയറുകയും കേക്ക് മാറ്റിവെച്ച് പോവുകയും ചെയ്യുന്നു. അവന്തികയുടെ മനമാറ്റത്തിൽ സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് തന്നെ ഏൽപ്പിച്ച ജോലി വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം അജയൻ അവന്തികയെ വിളിക്കുകയാണ്. മേഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അജയൻ പറയുമ്പോൾ, നീ ഈ വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാകണമെന്നും ഞാൻ വിളിച്ചാൽ ഓടിയെത്തണമെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ്. സേതു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും അധികം സന്തോഷിച്ചൊരു ദിവസം ഉണ്ടാകില്ല. എൻ്റെ നന്ദൻ്റെ തിരിച്ചുവരവും ഇതുപോലെ എല്ലാവരും ഒത്തുചേരുന്നൊരു ദിവസവും ഞാൻ ഇതുവരെ ഓർത്തിട്ട് പോലുമില്ല. ഇപ്പോൾ എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഇവിടെയുണ്ട്. ഈ രാത്രി ഈശ്വരൻ എന്നെ വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ നടക്കുന്ന ഏതൊരാഘോഷത്തിനും എനിക്കിങ്ങനെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനോ ചിരിക്കാനോ സാധിച്ചിട്ടില്ല. തുടർന്ന് സന്ദീപ് പറയുകയാണ്, 2 വാക്ക് പിറന്നാളുകാരൻ പറയട്ടെ. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, ഇങ്ങനെ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എല്ലാത്തിനും ഈശ്വരനോടെന്ന പോലെ അർച്ചനയോടും സന്ധ്യ ഡോക്ടറിനോടും കടപ്പെട്ടിരിക്കുകയാണ്. തെറ്റ് എൻ്റേതല്ലെങ്കിലും ഞാൻ കാരണം വിഷമമുണ്ടായില്ലേ എൻ്റെ അച്ഛന്. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് മാപ്പ് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സേതു നന്ദനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നാ പിന്നെ ഇനി ലേറ്റ് ആകാതെ നമുക്ക് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സ്നേഹയും അത് തന്നെ പറയുന്നു. അങ്ങനെ അർച്ചനയോട് കേക്ക് എടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് സച്ചി. അങ്ങനെ അർച്ചന ചെന്ന് കേക്ക് എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ കേക്ക് മുറിക്കുകയും നന്ദൻ സേതുവിനും നന്ദനും മുറിച്ചു കൊടുക്കുകയാണ്. അവന്തികയ്ക്ക് കേക്ക് കൊടുക്കാൻ സേതു പറയുമ്പോൾ നന്ദൻ അവന്തികയെ വിളിക്കുകയാണ്. ഇത് കേൾക്കുന്ന അവന്തിക ടെൻഷനോടെ നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.